ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ യൂണിക്കോണാണ് വണ്ടി. യൂണിക്കോൺ 150 150 cc. അതിൻ്റെ ശരിക്കും കാർബേറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളത് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചാൽ. കാരണം വെച്ചാൽ കാർബേറ്റർ എപ്പോഴും നമ്മളിപ്പോൾ എത്രക്ക് ക്ലീൻ ചെയ്താൽ കുറേ കഴിയുമ്പോൾ ഓവർഫ്ലോ കംപ്ലൈൻറ്റ് വരാം, പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കുക. അങ്ങനെ എപ്പോഴും നമുക്കൊരു തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാർബേറ്ററാണ്. അപ്പോൾ അത് നമ്മളത് മാറ്റി പുതിയത് കാർബേറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ കാർബേറ്റർ വരുമ്പോൾ നമുക്ക് യൂണിക്കോണിൻ്റെ കാർബേറ്റർ 5552 രൂപയാണ് നമുക്ക് അതിൻ്റെ ഐറ്റത്തിൻ്റെ കോസ്റ്റ് വരുന്നത് കേട്ടോ. 5552. അപ്പോൾ നമുക്കതങ്ങനെ അതേപോലെ ഫുൾ അസംബ്ലി ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. മറ്റേ കാർബേറ്ററിൻ്റെ വെച്ചാൽ ഓവർഫ്ലോൻ്റെ കേസ് ഉണ്ട്. അതേപോലെ തന്നെ മോർണിംഗ് സ്റ്റാർട്ട് ആവാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ, സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കുക, മിസ്സിങ്ങിൻ്റെ പ്രശ്നം, അങ്ങനെ വലിയ തലവേദനയാണ്. അപ്പോൾ അത് കാരണം ഐറ്റം മാറ്റിയതാണ്. പിന്നെ എന്ന് വെച്ചാൽ വണ്ടിക്ക് ഓട്ടം കുറവുമാണ്, അതാണ് വേറൊരു പ്രോബ്ലം. അപ്പോൾ ഈ കാർബേറ്ററിൽ പെട്രോൾ ഇങ്ങനെ കാർബേറ്ററിൻ്റെ അടിയിലെ ചേമ്പറിനകത്ത് പെട്രോൾ വന്ന് നിൽക്കും. പെട്രോൾ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ട് വയ്ക്കുമ്പോൾ അടിയിലെ ചേമ്പറിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറയുമ്പോൾ E20 പെട്രോളാണ്. അതിനകത്ത് മെത്തനോളിൻ്റെ അളവ് കൂടുതലാണ്, 20% മെത്തനോളാണ്. അപ്പോൾ അതും അലുമിനിയം ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഫംഗസ് പോലൊരു ഐറ്റം വരാം. അതാണ് ശരിക്കും ഇതിൻ്റെ കംപ്ലയിൻസിൻ്റെ ഒരു റീസൺ അതാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ പുതിയത് വയ്ക്കാനുണ്ട്. പുതിയത് വെച്ചാലും ഇത് തന്നെയാണ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്ക് തന്നെ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നം വരില്ല. കാരണം ഈ പെട്രോൾ ഇങ്ങനെ ഉപയോഗിക്കാണ്ട് ഇരിക്കുമ്പോൾ വന്ന പ്രശ്നങ്ങളാണത്. പെട്രോൾ ഇങ്ങനെ ഒരു മെൽറ്റായ ഒരു കണ്ടീഷനിലേക്ക് ആവും. അതുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലയിൻസിനാണ് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇതൊക്കെ മാറലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. കാരണം വണ്ടി ഉപയോഗം കുറവാണ്, അതാണ് മെയിനായിട്ടുള്ള റീസൺ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള പ്രോബ്ലം സോൾവ് ആവും. സെയിം രീതിയിലാണ് വീണ്ടും ഉപയോഗം. ഓട്ടം കുറവാണ് ഇതൊക്കെയാണ് വന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും കംപ്ലയിൻറ്റ് വന്നുകൂടായിക്കൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പെട്രോൾ തന്നെയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന രീതി അത് തന്നെയാണ്. ഈ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത ഹൈ ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നമ്മൾ നോക്കിയിട്ട് ഇപ്പോൾ ഉള്ള കംപ്ലയിൻറ്റ് നമ്മൾ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. അതുതന്നെ നമുക്കിപ്പോൾ ഇതിനകത്ത് ടാങ്കിലുള്ള പെട്രോൾ ഫുള്ള് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഈ പെട്രോൾ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ചെറിയൊരു സ്മെല്ല് പോലെയൊക്കെ കാണുന്നുണ്ട്. അതേപോലെ ടാങ്ക് ഒന്ന് ഒഴിച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം, എന്നിട്ട് പുതിയ പെട്രോൾ അടിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാർബേറ്ററാണ്, വെറുതെ റിസ്ക് എടുക്കണ്ട. അതിനകത്ത് കിടക്കുന്നതിൻ്റെ അഴുക്കുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതും കാർബേറ്ററിലേക്ക് ഇറങ്ങുന്നൊരു കണ്ടീഷൻ വേണ്ട. അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം കേട്ടോ.